കൊടകര കള്ളപ്പണ കേസിൽ തുടരന്വേഷണത്തിന് ഇപ്പോൾ 8 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. തൃശൂർ DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. കൊച്ചി DCP സുദർശൻ IPS ആണ് അന്വേഷണ സംഘ തലവൻ. ഇരിങ്ങാലക്കുട DYSP രാജു, കൊടകര SHO വലപ്പാട് SI ഉൾപ്പെടെയുള്ളവരും അന്വേഷണ സംഘത്തിലുണ്ട്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, നേരത്തെ ഇതിൽ അന്വേഷണം നടത്തിയ ഇരിങ്ങാലക്കുട DYSP രാജു ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുക, എന്താണ് വിശദാംശങ്ങൾ? വിനീത, നിലവിൽ 2 ആഴ്ചകൾക്ക് മുന്നെയാണ് DGP കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്താനായിട്ട് മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയത് ഓഫീസിൽ. ഇതിൽ നിലവിൽ നേരത്തെ തന്നെ വലിയ വെളിപ്പെടുത്തലുകളുമായി BJPയുടെ മുൻ തൃശൂർ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിലവിൽ 8 അംഗ സംഘത്തെയാണ് ഈ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായും അന്വേഷണ മേൽനോട്ടം തൃശൂർ DIG ആയിട്ടുള്ള ജോൺസൺ ജോസിനാണ് ഇപ്പോൾ ഈ മേൽനോട്ടം നൽകിയിരിക്കുന്നത്. ഈ കേസിലെ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ അടക്കം ഇപ്പോൾ ഈ കേസിൽ നിർണായകമായിരിക്കും. ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കൊഴൽപ്പണക്കാരുടെ റാക്കറ്റുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലടക്കം ഈ അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊഴൽപ്പണക്കാർ, കേരളത്തിലെ കൊഴൽപ്പണ വേട്ടക്കാർ ഇതിൽ നിന്നും ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഇത് ഈ പഴുതുകൾ അടച്ചിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനിയുള്ള ഈ പുതിയ 8 അംഗ സംഘം അന്വേഷിക്കുക. പ്രധാനമായും ഈ മേൽനോട്ടം തൃശൂർ DIG ആയിട്ടുള്ള ജോൺസൺ ജോസാണ്. ഇതിൽ പുറമെ കൊച്ചി DCP ആയിട്ടുള്ള സുദർശൻ IPS-നാണ് ഈ അന്വേഷണ സംഘ തലവനായിട്ട് ഇതിൽ നിൽക്കുക. പ്രധാനമായും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഇരിങ്ങാലക്കുട DYSP ആയിട്ടുള്ള രാജു അന്വേഷണ സംഘ ഉദ്യോഗസ്ഥനായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും 8 അംഗ സംഘത്തിൽ കൊടകര SHO അതുപോലെ തന്നെ വലപ്പാട് SI അടക്കമുള്ള 8 അംഗ ടീമാണ് പുതുതായിട്ട് DGP ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ വളരെ നിർണായകമായിരുന്നു. ഇത് സംസ്ഥാന BJP ഘടകത്തെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു വെളിപ്പെടുത്തലായിരുന്നു അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നത്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓഫീസിലെത്തിയ പണമിടപാട് അദ്ദേഹം പണമാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ചാക്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ആണെന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം ഊർജിതമായി തന്നെ കൊണ്ടുപോവുകയാണ് സർക്കാർ. 8 അംഗ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. മേൽനോട്ട ചുമതല DIG തോംസൺ ജോസിനാണ്. കൊച്ചി DCP സുദർശൻ IPS ആണ് അന്വേഷണ സംഘ തലവൻ. ഇരിങ്ങാലക്കുട DYSP രാജു ഉൾപ്പെടെയുള്ളവർ ഏതായാലും സംഘത്തിലുണ്ട്.